ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിങ്ക്രണസ് മോട്ടോർ ആണ്. ജനറേറ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി, ഇനി മോട്ടറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കലി ഓൾട്ടർനേറ്റർ ആയിട്ട് ഐഡന്റിക്കൽ ആണ് സിങ്ക്രണസ് മോട്ടർ എന്ന് പറയുന്നത്. തിയറട്ടിക്കലി പറയുകയാണെങ്കിൽ ഒരു സിങ്ക്രണസ് മെഷീനിന് മോട്ടറായിട്ടും ജനറേറ്റർ ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റണം. അതായത് ഇലക്ട്രിക്കൽ ഇൻപുട്ട് കിട്ടുന്ന സമയത്ത് മോട്ടറായിട്ടും മെക്കാനിക്കൽ ഇൻപുട്ട് കിട്ടുന്ന സമയത്ത് ജനറേറ്റർ ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റണം തിയറട്ടിക്കലി. ഓക്കെ, സിങ്ക്രണസ് മോട്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് സ്പീഡ് ഓപ്പറേഷൻ ആയിരിക്കും. അത് സിങ്ക്രണസ് സ്പീഡിലായിരിക്കും റൺ ചെയ്യുക. സിങ്ക്രണസ് സ്പീഡിന്റെ ഫോർമുല നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. NS = 120 F/P. ഈ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന സിങ്ക്രണസ് സ്പീഡിലാണ്, ആ കോൺസ്റ്റന്റ് സ്പീഡിലാണ് സിങ്ക്രണസ് മോട്ടർ വർക്ക് ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. അപ്പോൾ സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റേണൽ മീൻസ് വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും? സിങ്ക്രണസ് സ്പീഡിന്റെ അടുത്തേക്ക് സ്പീഡ് എത്തിക്കണം, എങ്കിലേ സിങ്ക്രണസ് മോട്ടർ വർക്ക് ചെയ്യൂ. അതുപോലെ തന്നെ ലീഡിങ്ങും ലാഗിങ്ങും പവർ ഫാക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യും. പവർ ഫാക്ടർ കറക്ഷൻ ആണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത് പവർ ഫാക്ടർ കറക്ഷൻ ആണ്. മെക്കാനിക്കൽ ലോഡ്സ് ഡ്രൈവ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് ആണ്. അപ്പൊ സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് പറയുന്നതിനായിട്ട് നമുക്കറിയാം NS സിങ്ക്രണസ് സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 120 F/P എന്നാണ്. അപ്പൊ സ്പീഡ് വേരി ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ രണ്ട് വേരിയബിൾസ് ആണ് ഉള്ളത്, ഫ്രീക്വൻസി ആൻഡ് നമ്പർ ഓഫ് പോൾസ്. അപ്പൊ ആദ്യത്തെ മെത്തേഡ് തന്നെ എന്താണ്? ചേഞ്ചിങ് സപ്ലൈ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് അറിയാം, കാരണം ഇവിടെ NS is proportional to F-ഉം NS is inversely proportional to P-യും ആണ് വരുന്നത്, അല്ലെ? അപ്പൊ സപ്ലൈ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്യുക ഇൻക്രീസ് ചെയ്യുക ചെയ്യുക വഴി നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യും റെഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സിന്റെ കേസിലാണ് VFDs എന്ന് പറയും. ഇൻഡസ്ട്രിയൽ കൺട്രോളിലൊക്കെ കോമൺ ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി കൺട്രോൾ ആണ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സ്പീഡ് കൺട്രോളിന്റെ ചേഞ്ചിങ് നമ്പർ ഓഫ് പോൾസ് ആണ്. നമ്പർ ഓഫ് പോൾസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പോൾ ചേഞ്ചിങ് സ്റ്റേറ്റർ വൈൻഡിങ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇത് മൾട്ടി സ്പീഡ് മോട്ടോഴ്സ്, അതായത് 2 പോൾ 4 പോൾ സ്വിച്ചബിൾ ആയിട്ടുള്ള മോട്ടോഴ്സ് അങ്ങനത്തെ കേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ല കിട്ടുക, ഡിസ്ക്രീറ്റ് സ്പീഡ് ലെവൽസ് ആണ്. കറസ്പോണ്ടിങ് ടു 2 പോൾ ഒരു വാല്യൂ ഉണ്ടായിരിക്കും, കറസ്പോണ്ടിങ് ടു 4 പോൾ പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരിക്കും. അങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സ്പീഡ് ലെവൽസ് ആണ് കിട്ടുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പീഡ് കിട്ടില്ല. ഓക്കെ, ഒരു മെത്തേഡും കൂടി ഉള്ളത് യൂസിങ് വേരിയബിൾ ഫ്രീക്വൻസി ആൻഡ് വോൾട്ടേജ് കൺട്രോൾ, V/F കൺട്രോൾ വഴികളാണ്. ഇതാണ് നമ്മൾ മോഡേൺ പവർ ഇലക്ട്രോണിക്സ് ഡ്രൈവ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. സ്പീഡ് ചേഞ്ച് ചെയ്യുമ്പോഴും ടോർക്ക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആൻഡ് ഇറ്റ് ഓൾസോ എൻഷുവേഴ്സ് മാഗ്നറ്റിക് ഫ്ലക്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ശ്രദ്ധിക്കണേ, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു, അപ്പോഴത്തെ ഫ്രീക്വൻസിയും വോൾട്ടേജും വേരി ചെയ്യുന്നതിനനുസരിച്ചാണ് കേട്ടോ. അപ്പൊ V/F കൺട്രോൾ മെത്തേഡും കൂടി ഉണ്ട്. അപ്പൊ സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് ഈ 3 വരുന്നത്: ചേഞ്ചിങ് ഫ്രീക്വൻസി, ചേഞ്ചിങ് നമ്പർ ഓഫ് പോൾസ് ആൻഡ് വേരിയബിൾ ഫ്രീക്വൻസി ആൻഡ് വോൾട്ടേജ് കൺട്രോൾ. ഓക്കെ, നെക്സ്റ്റ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക് ആണ് സിങ്ക്രണസ് കണ്ടൻസർ. എന്താണ് സിങ്ക്രണസ് കണ്ടൻസർ? സിങ്ക്രണസ് കണ്ടൻസറിന്റെ മറ്റൊരു പേരാണ് സിങ്ക്രണസ് കപ്പാസിറ്റർ. അത് നോക്കി വെക്കുക. ക്വസ്റ്റ്യനിൽ സിങ്ക്രണസ് കപ്പാസിറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ സിങ്ക്രണസ് കണ്ടൻസർ ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ സിങ്ക്രണസ് കണ്ടൻസറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിങ്ക്രണസ് മോട്ടോർ റണ്ണിങ് വിത്തൗട്ട് എ മെക്കാനിക്കൽ ലോഡ്. മെക്കാനിക്കൽ ലോഡ് ഇല്ലാതെ റൺ ചെയ്യുന്ന ഒരു സിങ്ക്രണസ് മോട്ടോറിനെയാണ് നമ്മൾ സിങ്ക്രണസ് കണ്ടൻസർ അല്ലെങ്കിൽ സിങ്ക്രണസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്യൂർലി പവർ ഫാക്ടർ കറക്ഷന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ പോലെ സിങ്ക്രണസ് മോട്ടർ ആണ്, നോട്ട് കണക്റ്റഡ് ടു എനി ലോഡ് ആണ്. സിങ്ക്രണസ്ലി റൺ ചെയ്യുന്ന വഴി എന്താണ് ചെയ്യുന്നത്? പവർ ഫാക്ടർ കറക്ഷൻ ആണ് ചെയ്യുന്നത്. ഇനി സിങ്ക്രണസ് കണ്ടൻസറിന്റെ ഏത് പാരാമീറ്റർ ചേഞ്ച് ചെയ്യുമ്പോഴാണ് പവർ ഫാക്ടർ കറക്ഷൻ കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. DC എക്സൈറ്റേഷൻ.
DC ഫീൽഡ് കറണ്ട് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഓവർ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ, സിൻക്രണസ് കണ്ടൻസർ ഓവർ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യും. അപ്പൊ ഓവർ എക്സൈറ്റഡ് കണ്ടീഷനിൽ സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്, റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യുന്നു. സോ ഇറ്റ് ആക്ട് ആസ് എ കപ്പാസിറ്റർ എന്ന് നമുക്ക് പറയാം, അതായത് ലീഡിങ് പവർ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, അതേസമയം അണ്ടർ എക്സൈറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ, അണ്ടർ എക്സൈറ്റഡ് കണ്ടീഷനിൽ അതായത് ലെസ് ഫീൽഡ് കറന്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അബ്സോർബ് ചെയ്യാണ് ചെയ്യുക, റിയാക്റ്റീവ് പവറിനെ അബ്സോർബ് ചെയ്യും ലൈക്ക് ആൻ ഇൻഡക്ടർ. അപ്പൊ ലാഗിങ് പവർ ഫാക്ടർ ആണ് വരിക. അതേസമയം യൂണിറ്റി പവർ ഫാക്ടറിൽ നോർമലി എക്സൈറ്റഡ് ആണെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടറിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ റിയാക്റ്റീവ് പവർ കൺട്രോൾ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ബൈ അഡ്ജസ്റ്റിംഗ് DC എക്സൈറ്റേഷൻ. DC ഫീൽഡ് കറണ്ട് കൂട്ടുക, കുറയ്ക്കുക, നോർമലി വെക്കുക. ഈ 3 കണ്ടീഷനിലാണ് നമ്മൾ റിയാക്റ്റീവ് പവർ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. സിൻക്രണസ് മോട്ടർ ഇസ് സെഡ് ടു ബി ഓവർ എക്സൈറ്റഡ് when it is operated at ഏത് പവർ ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ ലീഡിങ്, ബിക്കോസ് ഇറ്റ് ആക്ട്സ് ലൈക്ക് എ കപ്പാസിറ്റർ ആൻഡ് it acts like a capacitor and supplies reactive power. ലാഗിങ്ങിലായിരുന്നെങ്കിൽ എന്താണ്? act like an inductor and absorbs reactive power. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ബി, ലീഡിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സിൻക്രണസ് മെഷീൻ ദ ആംഗിൾ ബിറ്റ്വീൻ synchronously rotating stator flux and rotor poles. സ്റ്റേറ്റർ ഫ്ലക്സും റൊട്ടേറ്റിംഗ് സ്റ്റേറ്റർ ഫ്ലക്സും റോട്ടർ പോൾസും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ടോർക്ക് ആംഗിൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, ടോർക്ക് ആംഗിൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ സിൻക്രണസ് മോട്ടോർ ആൻഡ് ഇൻഡക്ഷൻ മോട്ടോർ ആർ കണക്റ്റഡ് ടു എ കോമൺ ഫീഡർ ലൈൻ. ഒരു കോമൺ ഫീഡർ ലൈനിലേക്ക് സിൻക്രണസ് മോട്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്, ഇൻഡക്ഷൻ മോട്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്. ടു ഓപ്പറേറ്റ് ദ ഫീഡർ ലൈൻ അറ്റ് യൂണിറ്റി പവർ ഫാക്ടറിലാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ സിൻക്രണസ് മോട്ടറിനെ അണ്ടർ എക്സൈറ്റഡ് ആണോ, ഓവർ എക്സൈറ്റഡ് ആണോ, നോർമലി എക്സൈറ്റഡ് ആണോ, എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻഡക്ഷൻ മോട്ടർ റിയാക്റ്റീവ് പവർ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ സപ്ലൈ ചെയ്യാൻ പറ്റണം ആർക്ക്? ഈ സിൻക്രണസ് മോട്ടറിന്. അപ്പൊ സിൻക്രണസ് മോട്ടർ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യണമെങ്കിൽ അത് ഏത് കണ്ടീഷനിൽ വർക്ക് ചെയ്യുമ്പോഴാണ്? ഓവർ എക്സൈറ്റഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നതും റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യുന്നതും. സപ്ലൈസ് റിയാക്റ്റീവ് പവർ. അപ്പോ ഒരെണ്ണം കൺസ്യൂം ചെയ്യുന്നു, അതായത് ഇൻഡക്ഷൻ മോട്ടോർ കൺസ്യൂം ചെയ്യുന്നു, അതിനുള്ള റിയാക്റ്റീവ് പവർ നമ്മുടെ സിൻക്രണസ് മോട്ടോർ സപ്ലൈ ചെയ്യുന്നു. അപ്പൊ യൂണിറ്റി പവർ ഫാക്ടർ ആവും ഫീഡർ ലൈൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ബി, ഓവർ എക്സൈറ്റഡ്. സിൻക്രണസ് മോട്ടറിന്റെ കേസിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ച് കണ്ടുള്ളൂ. ഓൾട്ടർനേറ്റീവ്സിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് സിൻക്രണസ് മോട്ടറിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വർക്കിംഗ് പറഞ്ഞു, സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് പറഞ്ഞു, സിൻക്രണസ് കണ്ടൻസറും പറഞ്ഞു. സിൻക്രണസ് മെഷീൻ എന്നുള്ള ടോപ്പിക് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ജനറേറ്ററും കഴിഞ്ഞു, മോട്ടറും കഴിഞ്ഞു. ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.